ഹായ് ഓൾ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർവേയിങ് ആണ്. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. അപ്പോൾ എന്താണ് സർവേയിങ്? ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് ഡിറ്റർമൈനിങ് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് പോയിന്റ്സ് ഓൺ ഓർ എബോവ് ഓർ ബീനീത്ത് സർഫസ് ഓഫ് എർത്ത് ബൈ മീൻസ് ഓഫ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് മെഷർമെന്റ് ഓഫ് ഡിസ്റ്റൻസ്, ഡയറക്ഷൻ ആൻഡ് എലിവേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എർത്തിന്റെ സർഫസിലോ എർത്തിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ മുകളിലോ ഉള്ള എന്ത് ഒബ്ജക്റ്റുകളെ നമ്മളൊരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക, ഒരു സിംഗിൾ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ സർഫസിലുള്ള അല്ലെങ്കിൽ ഒരു പോയിന്റിന്റെ പൊസിഷൻ വേറൊരു പോയിന്റിനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പോയിന്റിന്റെ പൊസിഷൻ വേറെ പോയിന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ പറയുന്ന ആർട്ടിനെയാണ്, ആ ഒരു പറയുന്ന പരിപാടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർവേയിങ് എന്ന് പറയുന്നത്. ഒരു പോയിന്റിന്റെ പൊസിഷൻ വേറൊരു പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഒന്നുകിൽ ഡിസ്റ്റൻസ്, അത് ഡയറക്റ്റ് അല്ലെങ്കിൽ എന്താണ് ഇൻഡയറക്റ്റ് മെഷർമെന്റ് ഓഫ് ഡിസ്റ്റൻസും അല്ലെങ്കിൽ ഡയറക്ഷനോ അല്ലെങ്കിൽ എലിവേഷനോ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു ഫിഗർ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ലെവൽ സർഫസ് ആണ്. എത്തിയ സർഫസ് വിചാരിച്ചു. സർഫസിൽ ഒരു പോയിന്റ് ഇരിക്കണം, എ എന്നൊരു പോയിന്റ് ഉണ്ട്. അതുപോലെ ഒരു കുറച്ച് പൊക്കത്തിൽ വേറെ ബി എന്നൊരു പോയിന്റ് ഉണ്ട്. ഈ രണ്ട് പോയിന്റും, എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇതല്ലേ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർവേയിങ് എന്ന് പറയുന്നത്. ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് എന്ത് പറയും? സർവേയിങ് എന്ന് പറയും. അതുപോലെ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റ് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് എത്ര എലിവേറ്റഡ് ആണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട്. ഇത് ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടെത്തുന്നത് നമ്മൾ എന്ത് പറയാം? ലെവലിംഗ് എന്ന് പറയും. അപ്പോ സർവേയിങ് എന്താണെന്ന് നോക്കി, ലെവലിംഗ് എന്താണെന്ന് നോക്കി. ലെവലിംഗ് സർവേയിങ്ങിന്റെ ഒരു ബ്രാഞ്ച് ആണെന്ന് പറയാം. അപ്പോ ഇനി എന്താണ് ഈ സർവേയിങ്ങിന്റെ ഒബ്ജക്റ്റീവുകൾ? ഒബ്ജക്റ്റീവ്സ് എന്നുള്ള ഉദ്ദേശങ്ങൾ. ആദ്യത്തെ പറയുമ്പോൾ ടു പ്രിപ്പയർ പ്ലാൻ ഓർ മാപ്പ്. ഒരു സ്ഥലത്തിന്റെ പ്ലാനോ അല്ലെങ്കിൽ മാപ്പോ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് സർവേയിങ് ഉപയോഗിക്കാം. ഇന്ത്യയുടെ മാപ്പ്, അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺസ്ട്രക്ഷന്റെ പ്ലാന്, ഇതൊക്കെ വരയ്ക്കാനായിട്ട് നമുക്ക് എന്ത് സർവേയിങ്ങിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ എന്താണ് കാൽക്കുലേറ്റ് ദ ഏരിയ ഓർ വോളിയം. ഏരിയ അല്ലെങ്കിൽ വോളിയം കാൽക്കുലേറ്റ് ചെയ്യും. ഒരു ഏക്കർ കണക്കിന്റെ ഏരിയ തന്നിട്ട് ഒരു സ്ഥലം തന്നു, ആ സ്ഥലത്തിന്റെ ഏരിയ കണ്ടെത്താനോ അല്ലെങ്കിൽ വോളിയം കണ്ടെത്താനോ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സർവേയിങ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വർക്ക്സിന് സെറ്റിംഗ് ഔട്ട്. എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന് പറയുമ്പോഴത്തേക്കും കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ബ്രിഡ്ജ്, റോഡ് കൺസ്ട്രക്ഷൻ, റെയിൽവേ, അങ്ങനെ പല പല ഫീൽഡുകളിലെ കൺസ്ട്രക്ഷൻ വർക്കുകളിലെ സെറ്റിംഗ് ഔട്ട്. ഇപ്പൊ അതിന്റെ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ റോഡാണെന്നുണ്ടെങ്കിൽ റോഡിന്റെ ഇപ്പോ കർവിങ്, ഓരോ സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് എത്ര കർവ്, എത്ര ഇൻക്ലിനേഷൻ, അല്ലെങ്കിൽ അതിന്റെ കൊടുക്കേണ്ട റോഡിന്റെ തന്നെ സ്പെസിഫിക്കേഷൻസും അലൈൻമെന്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് സർവേയിങ്ങിലാണ്. അങ്ങനെ കുറെ ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? സർവേയിങ് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് സർവേയിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ലെവലിംഗ് എന്നുള്ളതാണ്. എന്താണ് ലെവലിംഗ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലെവലിംഗ് എന്താണ്? സർവേയിങ്ങിന്റെ ഒരു ബ്രാഞ്ച് ആണ്. ബ്രാഞ്ച് ഓഫ് സർവേയിങ്. ലെവലിംഗ് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, to find the elevation of point with respect to a given or assumed data. എന്താണ്? പോയിന്റുകളുടെ എലിവേഷൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഒരു അസ്യൂംഡ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഡാറ്റം എന്ന് പറയുന്നത് ഒരു റെഫറൻസ് പോയിന്റ് ആണ്. എന്നാൽ ഒരു സർഫസിൽ നിന്ന് റെഫർ ചെയ്തുകൊണ്ട് ആ സർഫസിനെ ബേസ് ചെയ്ത് മറ്റേ പോയിന്റിലേക്കുള്ള എലിവേഷൻ പറയുന്നതാണ് എന്ത്? നിങ്ങൾ കണ്ടെത്താനുള്ള ഒരു മെത്തേഡാണ് ലെവലിംഗ് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു ഫിഗർ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ലെവൽ സർഫസ് ആണ്. ലെവൽ സർഫസിന്റെ മുകളിലൊരു വുഡൻ സ്ലാബ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റൂൾ ഇരിക്കുകയാണ്. ആ സ്റ്റൂളിന്റെ ഹൈറ്റ് എനിക്കറിയാം.
അപ്പോൾ അതിനെന്താണ് ഒരു അസ്യൂംഡ് ഡാറ്റ ആണ്. അപ്പൊ ഈ ഒരു സ്റ്റൂള് അല്ലെങ്കിൽ ഈ സ്ലാബ് എന്ന് പറയുന്നത് ഒരു അസ്യൂംഡ് ഡാറ്റ ആണ്. ഇനി ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. ഈ പോസ്റ്റിന്റെ മുകളിൽ ഒരു സ്റ്റാർ ഉണ്ട്, ഒരു പോയിന്റ് ഉണ്ട്. ഈ ഒരു സർഫസ്, ഈ ഒരു അസ്യൂംഡ് ഡാറ്റയിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള എലിവേഷൻ എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള എലിവേഷൻ അത് കണ്ടെത്താനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ലെവലിംഗ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് തിരിച്ചു പറയാം, വൈസ് വേഴ്സ പറയാം. എങ്ങനെ? നമുക്കിപ്പോ ഈ ഒരു റെഫറൻസ് ഡാറ്റ നമുക്കറിയാം, അസ്യൂം ഡാറ്റ നമുക്കറിയാം. ആ അസ്യൂം ഡാറ്റയിൽ നിന്ന് ഒരു 100 മീറ്റർ പൊക്കത്തിലാണ് ഈ പോയിന്റ് അല്ലെങ്കിൽ ഈ സ്റ്റാർ ഇരിക്കുന്നതെന്ന് പറയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റാർ അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റില്ലേ? ഈ സ്റ്റാർ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഈ ഒരു റെഫറൻസ് ഡാറ്റയിൽ നിന്ന് ഇത്ര പൊക്കത്തിലാണെന്ന് പറഞ്ഞ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആ സ്റ്റാർ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ബട്ട് ടു എസ്റ്റാബ്ലിഷ് പോയിന്റ് അറ്റ് എ ഗിവൺ എലിവേഷൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള എലിവേഷൻ ഡിഫറൻസ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് പറയാൻ പറ്റും. അതാണ് ലെവലിംഗിന്റെ പരിപാടി എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് സർവേയിങ്ങിന്റെ പ്രൈമറി ആയിട്ട് സർവേയിങ്ങിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് പ്ലെയിൻ സർവേ, രണ്ട് ജിയോഡറ്റിക് സർവേ, അല്ലെങ്കിൽ അതിനെ ട്രിഗണോമെട്രിക് സർവേ എന്ന് പറയും. ജിയോഡറ്റിക് സർവേ അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് സർവേ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊരു ടേബിൾ എന്ന രീതിക്ക് പഠിക്കാം, കമ്പയർ ചെയ്ത് പഠിക്കാം. അപ്പോൾ പ്ലെയിൻ സർവേയില് നമുക്കറിയാം നമ്മുടെ എർത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പിയോയിഡ് എന്നോ ജിയോയിഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ ഒരു എക്സാക്ട് എന്തല്ല, സർക്കിൾ അല്ല നമ്മുടെ എർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എർത്തിന്റെ കർവേച്ചർ, ആ ഒരു കർവേച്ചർ ചേഞ്ച് കൺസിഡർ ചെയ്യാത്ത ടൈപ്പ് സർവേ ആണ് പ്ലെയിൻ സർവേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജിയോഡറ്റിക് സർവേയിലാണെങ്കിൽ എർത്തിന്റെ ആ ഒരു കർവേച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇത് കൺസിഡർ ചെയ്തിട്ടില്ല, പ്ലെയിൻ സർവേയിൽ കൺസിഡർ ചെയ്തിട്ടില്ല, ജിയോഡറ്റിക് സർവേയിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി പ്ലെയിൻ സർവേയിൽ ഏരിയ, നമ്മൾ സർവേ നടത്തുന്ന ഏരിയ എന്തായിരിക്കും? ചെറിയ ഏരിയ ആയിരിക്കും. ഒരു 250 കിലോമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ റൗണ്ട് ഓഫ് ഇത് പറഞ്ഞാൽ 260 കിലോമീറ്റർ സ്ക്വയർ ഏരിയ വരെയുള്ള സർവേയിങ് പരിപാടികളാണ് പ്ലെയിൻ സർവേയിൽ ചെയ്യുന്നത്. പക്ഷേ അതിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് എവിടെയാണ്? ജിയോഡറ്റിക് സർവേയിലാണ്. ജിയോഡറ്റിക് സർവേയിലാണ് എന്താണ് ലാർജ് ഏരിയക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ ഏരിയ ആയതുകൊണ്ട് തന്നെ പ്ലെയിൻ സർവേ ഒരു ലെസ് ആക്യുറേറ്റ് ആയിരിക്കും. പക്ഷെ ജിയോഡറ്റിക് സർവേ ആണെങ്കിലോ മോർ ആക്യുറേറ്റ് ആയിരിക്കും. പ്ലെയിൻ സർവേ ലെസ് ആക്യുറേറ്റ്, ജിയോഡറ്റിക് സർവേ മോർ ആക്യുറേറ്റ്. അതുപോലെ പ്ലെയിൻ സർവേയിലെ സർവേ ലൈൻസ്, രണ്ട് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന സർവേ ലൈൻസ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഏരിയ സർവേ ചെയ്യുമ്പോൾ ഏരിയകളെ ട്രയാങ്കിളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ട്രയാങ്കിളുകൾ എന്തായിരിക്കും? നമ്മുടെ പ്ലെയിൻ ട്രയാങ്കിൾ, നമ്മുടെ യൂഷ്വൽ ട്രയാങ്കിൾസ് തന്നെ ആയിരിക്കും പ്ലെയിൻ സർവേയിൽ ഉണ്ടാവുക. പക്ഷേ ജിയോഡറ്റിക് സർവേയിലാണെങ്കിൽ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന ലൈൻസ് അല്ലെങ്കിൽ സർവേ ലൈൻസ് എന്തായിരിക്കും? ആർക്കുകളായിരിക്കും. സർവേ ലൈൻസ് ആർക്കുകളായിരിക്കും. അതുമാത്രമല്ല നമ്മുടെ യൂഷ്വൽ ട്രയാങ്കിൾ അല്ല, സ്പെറിക്കൽ ട്രയാങ്കിൾ ആയിരിക്കും കൺസിഡർ ചെയ്യുക. സ്പെറിക്കൽ ട്രയാങ്കിൾ ആയിരിക്കും കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. അടുത്തത് പ്ലെയിൻ ടേബിൾ സർവേ അല്ലെങ്കിൽ പ്ലെയിൻ സർവേയിൽ പ്ലംബ് ലൈൻസ് എന്താണ്? പാരലായിരിക്കും. പ്ലംബ് ലൈൻസ് പാരലായിരിക്കും. പക്ഷെ ജിയോഡറ്റിക് സർവേയിലോ പ്ലംബ് ലൈൻസ് പാരലായിരിക്കില്ല. അത് എർത്തിന്റെ സെന്ററുമായിട്ട് എന്ത് ചെയ്യും? ഇന്റർസെക്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു പ്ലെയിൻ സർവേയില് എന്താണ്? പ്ലെയിൻ ട്രയാങ്കിൾസ് നമ്മുടെ യൂഷ്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ട്രയാങ്കിൾ എടുക്കുന്ന ആംഗിൾസും എന്തായിരിക്കും? യൂഷ്വൽ പ്ലെയിൻ ആംഗിൾസ് തന്നെ ആയിരിക്കും. പക്ഷേ ജിയോഡറ്റിക് സർവേയില് സ്പെറിക്കൽ ട്രയാങ്കിൾസ് ആണ് കൺസിഡർ ചെയ്യുന്നത് പറഞ്ഞു. സോ അവിടുത്തെ ആംഗിൾസ് എന്തായിരിക്കും? സ്പെറിക്കൽ ആംഗിൾസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് പ്ലെയിൻ സർവേയും ജിയോഡറ്റിക് സർവേയും തമ്മിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ്. പ്ലെയിൻ സർവേ കർവേച്ചർ കൺസിഡർ ചെയ്യില്ല, ജിയോഡറ്റിക് സർവേ കൺസിഡർ ചെയ്യും. അടുത്തെന്ന് പറയുന്നത് രണ്ട് നോട്ട്സ് ആണ്. ജസ്റ്റ് നോർത്ത് രണ്ട് പോയിന്റ്സ് ആണ് പറയുന്നത്. ഒന്ന്, ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക് 12 kilometer long lying on the earth's surface is only 1 centimeter greater than the subtended chord. എന്ന് വെച്ച് കഴിഞ്ഞാല്
നമ്മൾ എർത്തിന്റെ സർഫസിൽ ഒരു ആർക്ക് കൺസിഡർ ചെയ്യാണ്. ഒരു ആർക്ക് കൺസിഡർ ചെയ്തു. ആ ആർക്കിന്റെ 2 എൻഡുകൾ ചേർത്ത് ഞാനൊരു കോഡ് എടുത്തു. ഡയമീറ്റർ അല്ലാത്ത വേറൊരു കോഡ്, ഒരു ആർക്ക് എടുത്തിട്ട് ഞാൻ അത് ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയതാണ് എന്ത് കോഡ് എന്ന് പറയുന്നത്. ആ കോഡിനെ സബ്റ്റൻഡഡ് കോഡ് എന്ന് പറയാം. അപ്പോ പറയുന്ന കണ്ടീഷൻ ഇതാണ്, ഈ ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ സബ്റ്റൻഡ് ചെയ്ത കോഡിനേക്കാളും 1 സെന്റിമീറ്റർ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. കോഡിനേക്കാളും 1 സെന്റിമീറ്റർ കൂടുതലായിരിക്കും ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിൻ സർവേയും ജിയോഡറ്റിക് സർവേയും തമ്മിൽ ചെറിയൊരു ഒരു റിലേഷൻ പോലെ പറയാം. നമുക്കറിയാം നമ്മുടെ പ്ലെയിൻ ട്രയാങ്കിൾ, നമ്മുടെ യൂഷ്വൽ ട്രയാങ്കിളിന്റെ ആംഗിൾസ്, സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്, സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ നമ്മുടെ സ്പെറിക്കൽ ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ സമ്മും പ്ലെയിൻ ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആയിരിക്കും. ഫോർ എത്ര? 195 കിലോമീറ്റർ സ്ക്വയർ ഏരിയ വരെ ഫോർ എവരി ഓരോ 195 കിലോമീറ്റർ സ്ക്വയർ ഏരിയക്ക് ഈ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, പ്ലെയിൻ ട്രയാങ്കിളിന്റെയും സ്പെറിക്കൽ ട്രയാങ്കിളിന്റെയും സം ഓഫ് ഇന്റീരിയർ ആംഗിൾസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 സെക്കൻഡ് ആയിരിക്കും. അതും ഓർത്തു വെക്കുക, ഈ 2 പോയിന്റ്സ് ഓർത്തു വെക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേറെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ആണ്. അതിൽ ആദ്യത്തെന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പർപ്പസ് ഓഫ് സർവേ, സർവേയുടെ പർപ്പസിന്റെ ബേസിൽ. ആദ്യം പറയുന്നത് മൈൻ സർവേ. നമ്മൾ യൂഷ്വൽ ചെയ്യാനുള്ള മൈനുകൾ എന്താണ്? കൽക്കരി മൈൻസ് അല്ലെങ്കിൽ ഗോൾഡ് മൈൻസ്, അങ്ങനെ മണ്ണിന്റെ എർത്തിന്റെ ക്രസ്റ്റിലേക്ക് എക്സ്പ്ലോർ ചെയ്ത് മൈനുകൾ എടുക്കുന്നതിനെയാണ് മൈൻ സർവേ എന്ന് പറയുന്നത്, സച്ച് ആസ് ഗോൾഡ്, കോപ്പർ ആൻഡ് കോൾ. അടുത്തെന്ന് പറയുന്നത് മിലിറ്ററി സർവേ ആണ്. മിലിറ്ററി സർവേ എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുക. ഇപ്പൊ നമ്മുടെ തന്നെ ഇന്ത്യയുടെ തന്നെ ബൗണ്ടറീസ്, ചുറ്റുമുള്ള ബൗണ്ടറികള്, ലഡാക്ക് അതുപോലെ സ്ഥലങ്ങളിൽ, നേപ്പാൾ അതുപോലെ സ്ഥലങ്ങളിൽ അവിടെ വരുന്ന ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്യുക. ഗവൺമെന്റ് പറയുന്ന രീതി, ഗവൺമെന്റ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ടൈപ്പ് സർവേ ആണ് മിലിറ്ററി സർവേ എന്ന് പറയുന്നത്. അതുപോലെ ഉള്ളത് ആണ് അടുത്തത് ജിയോളജിക്കൽ സർവേ. ജിയോളജിക്കൽ സർവേ എന്ന് പറയുമ്പോൾ എർത്തിന്റെ ക്രസ്റ്റിലെ ഡിഫറെന്റ് സോയിൽ സ്ട്രാറ്റകളും ഒക്കെ സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പരിപാടിയാണ് ജിയോളജിക്കൽ സർവേ എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ. ആർക്കിയോളജിക്കൽ സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ പുരാതന സാധനങ്ങൾ, മണ്ണിനടിയിൽ പണ്ട് കുഴിച്ചിട്ട സാധനങ്ങളൊക്കെ, പുരാതനമായിട്ട് മണ്ണിനടി കിടന്ന സാധനങ്ങളൊക്കെ നമുക്ക് കുഴിച്ചെടുക്കുക, അങ്ങനെയുള്ള പരിപാടികൾ ഒക്കെ ചെയ്യുന്നതാണ് ആർക്കിയോളജിക്കൽ സർവേ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ് സർവേ. എഞ്ചിനീയറിംഗ് സർവേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എന്താണ്? എഞ്ചിനീയറിംഗ് വർക്ക്സ്, റോഡ്സ്, റിസർവോയർസ്, ഡാമുകൾ, അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ സിസ്റ്റംസ്, വാട്ടർ സീവേജ് സിസ്റ്റംസ്, അതിന്റെയൊക്കെ ഡിസൈൻ വർക്കും അതിന് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുക, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, അങ്ങനെ വരുന്ന പരിപാടികളാണ് എന്തിൽ വരിക? എഞ്ചിനീയറിംഗ് സർവേയിൽ വരിക. റെയിൽവേ വർക്ക്സുകളൊക്കെ അതാണ് എന്തിൽ വരിക? എഞ്ചിനീയറിംഗ് സർവേയിൽ വരിക. ബേസ്ഡ് ഓൺ പർപ്പസിൽ മൈൻ സർവേ, മിലിറ്ററി സർവേ, ജിയോളജിക്കൽ സർവേ, ആർക്കിയോളജിക്കൽ സർവേ ആൻഡ് എഞ്ചിനീയറിംഗ് സർവേ. ഇനി അടുത്ത് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത് ബേസിൽ, ഇൻസ്ട്രുമെന്റ് ബേസിൽ എന്ത് വരും? ചെയിൻ സർവേ ഉണ്ട്, കോമ്പസ് സർവേ, കോമ്പസ് ആണ് ഉപയോഗിക്കുന്നത്. തിയോഡലൈറ്റ് ഉപയോഗിക്കുന്നത് തിയോഡലൈറ്റ് സർവേ, ട്രാവേഴ്സ് സർവേ ഉണ്ട്, ടക്കിയോമെട്രിക് സർവേസ് ഉണ്ട്, പ്ലെയിൻ ടേബിൾ സർവേ ഉണ്ട്, ടോട്ടൽ സെഷൻസ് ഉണ്ട്. ഇതാണ് ഇൻസ്ട്രുമെന്റ്. ഓരോ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്ന അതിന്റെ ബേസിലുള്ള സർവേസ്. അടുത്തെന്ന് പറയുന്നത് നേച്ചർ ഓഫ് ഫീൽഡ് സർവേ. അതിൽ വരുന്നത് ഫീൽഡിന്റെ ബേസിൽ ലാൻഡ് സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ എർത്തിന്റെ സർഫസുകൾ, ലാൻഡുകൾ സർവേ ചെയ്യുന്നതിനെയാണ് ലാൻഡ് സർവേ എന്ന് പറയുന്നത്. 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ടോപ്പോഗ്രാഫിക് സർവേ. ടോപ്പോഗ്രാഫിക് സർവേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നാച്ചുറൽ ഫീച്ചേഴ്സ്, റിവേഴ്സ്, ഹിൽസ്, ഫോറസ്റ്റ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത കനാൽസ്, റെയിൽസ്, റോഡ്സ്, അതിനെ പറ്റിയുള്ള നാച്ചുറൽ ഫീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഒബ്ജക്ട്സിന്റെ ഒക്കെയുള്ള ടൈപ്സ്, അതിനെ പറ്റിയുള്ള സർവേസ് ആണ് എന്ത് പറയുന്നത്? ടോപ്പോഗ്രാഫിക് സർവേ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ കഡാസ്ട്രൽ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി ലൈൻസ് ഫിക്സ് ചെയ്യുക, ലാൻഡ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ ഒരാളുടെ നിന്ന് വേറൊരാളിലേക്ക് ലാൻഡ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള പേപ്പർ വർക്കിൽ അവിടുത്തെ ലാൻഡ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, ലാൻഡ് ബൗണ്ടറീസ് ഫിക്സ് ചെയ്യുക. ഇപ്പൊ മുനിസിപ്പാലിറ്റിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ, ഫെഡറലിന്റെ ഒക്കെ ജൂറിസ്ഡിക്ഷന്റെ ഒക്കെ
ബൗണ്ടറീസ് ഫിക്സ് ചെയ്യാനായിട്ടൊക്കെ നടത്തുന്ന പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള സർവേ ആണ് എന്ത് കഡാസ്ട്രൽ സർവേ എന്ന് പറയുന്നത്. ഫോർ ഫിക്സിംഗ് ദ ബൗണ്ടറി ലൈൻസ്, കാൽക്കുലേഷൻ ഓഫ് ലാൻഡ് ഏരിയ, ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് പ്രോപ്പർട്ടീസ്, ബൗണ്ടറീസ് ഫിക്സ് ചെയ്യുക, അതിനൊക്കെയാണ് കഡാസ്ട്രൽ സർവേ എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് സിറ്റി സർവേ. സിറ്റിന്റെ ഒക്കെ അറിയാം, സിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള സ്ട്രീറ്റ് കൺസ്ട്രക്ഷൻസ്, വാട്ടർ സപ്ലൈ സിസ്റ്റം, സീവർ വർക്ക്സ്, സിറ്റി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന സർവേകളൊക്കെയാണ് സിറ്റി സർവേയിൽ വരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് മറൈൻ അല്ലെങ്കിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ. അപ്പൊ നമുക്ക് തന്നെ അറിയാം മറൈൻ വർക്കുകളുണ്ട്, നാവിഗേഷൻ വർക്കുകളോ അല്ലെങ്കിൽ ഹാർബർ വർക്കുകൾ, വാട്ടർ സപ്ലൈ വർക്കുകൾ, അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് മീൻ സീ ലെവൽ, അല്ലെങ്കിൽ സീ ബെഡ്, ഡെപ്ത് ഓഫ് വാട്ടർ, സൗണ്ടിങ്സ് ചെയ്തിട്ടുള്ള ഡെപ്ത് ഓഫ് വാട്ടർ കണ്ടെത്തുക, അല്ലെങ്കിൽ ബൗണ്ടറീസ് ഫിക്സ് ചെയ്യുക, അതൊക്കെയാണ് എന്തിൽ വരിക മറൈൻ സർവേയിൽ വരിക. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് അസ്ട്രോണമിക്കൽ സർവേ. അസ്ട്രോണമിക്കൽ സർവേ എന്ന് പറയുമ്പോൾ ഹെവൻലി ബോഡീസ്, എന്താണ് എന്തെങ്കിലും ഹെവൻലി ബോഡീസ്, സണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർ ഫിക്സ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ലൊക്കേഷൻസ് മറ്റു ഹെവൻലി ബോഡീസിന്റെ ചെയ്യുന്ന സർവേകളൊക്കെയാണ് എന്തിൽ വരിക, ലൊക്കേഷൻസ് സെറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെയാണ് എന്ത് വരിക അസ്ട്രോണമിക്കൽ സർവേയിൽ വരുന്നത്. ഇതാണ് നമ്മളിപ്പോ ഫീൽഡിന്റെ ബേസിൽ നടത്തുന്ന സർവേസ് പഠിച്ചത്. അപ്പോൾ സർവേസിന്റെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ സർവേ എന്താണെന്ന് നോക്കി, അതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കി. ഓക്കെ, താങ്ക് യു.